നമസ്കാരം. റിയൽ ന്യൂസ്. ബാലുശ്ശേരി പെണ്ണകത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി ആദ്യ ട്രാൻസ്ജെൻഡർ അംഗവുമായ എഴുത്തുകാരി വിജയരാജ മല്ലിക ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് വിജയരാജ മല്ലികയുടെ അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. 40ഓളം വരുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളെ ചടങ്ങിൽ വച്ച് ആദരിച്ചു. ബാലുശ്ശേരി പെണ്ണകത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി ആദ്യ ട്രാൻസ്ജെൻഡർ അംഗവുമായ എഴുത്തുകാരി വിജയരാജ മല്ലിക ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഇവിടെ നിലനിൽക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വയറ് കഴിയാനാണ് പലരും ജീവിക്കുന്നത്. പക്ഷെ ആ രീതിയെ അല്ലെങ്കിൽ ആ ഒരു പണമുണ്ടാക്കാൻ മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അത് മാറണമെങ്കിൽ ഇവിടെ ട്രാൻസ്ജെൻഡർ മനുഷ്യരോ ഇൻ്റർസെക്സ് ആക്ടിവിസ്റ്റുകളോ മാത്രം തീരുമാനിച്ചാൽ പോരെ, മറിച്ച് ഇവിടെയുള്ള തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ കൂടി അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ അസ്തിത്വത്തിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ഏത് സാഹചര്യമാകട്ടെ, അമ്മ എന്ന വാക്കിൽ 2 മായുണ്ട്. ആ അമ്മ അത് മകനും മകളും മാത്രമായി ചുരുങ്ങാതെ നിങ്ങളുടെ വ്യത്യസ്തരായ മക്കളെ ഉൾക്കൊള്ളാൻ അവരോടൊപ്പം അവരുടെ ആശയത്തോടും അവരുടെ സത്വത്തോടും സ്വത്വത്തോടും അസ്തിത്വത്തോടും ഒക്കെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ, ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ നേരുന്നു. നന്ദി. ടി രുക്മിണി ചടങ്ങിൽ അധ്യക്ഷയായി. രാജലക്ഷ്മി സ്വാഗതം പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് വിജയരാജ മല്ലികയുടെ അമ്മയ്ക്കൊരു താരാട്ട് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. ശ്രീഷ ജയകുമാറും ബീനാറാമും ചേർന്നാണ് ആവിഷ്കാരം നടത്തിയത്. ലിനീഷ് നരയംകുളം സംവിധാനവും അദ്വൈതശ്രീ കവിതാലാപനവും നടത്തി. മേപ്പാടി ബാലകൃഷ്ണൻ അസോസിയേറ്റായി. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും പെണ്ണകം ട്രഷററും എഴുത്തുകാരിയുമായ സുകന്യ ബാലുശ്ശേരിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. രാധാകൃഷ്ണൻ ഉള്ളൂർ, റിയൽ ന്യൂസ്.